ബ്രഹ്മാവിന്റെ മാനസപുത്രനായ മതംഗ മഹർഷിയുടെ പ്രാർത്ഥന അനുസരിച്ച് ക്ഷേത്രമായ തിരുമാവുകാളം ആദിശക്തിയുടെ അംശമായ ശ്രീഭയക്ഷയാംബിക രാജമാതംഗിയായി അവതരിച്ചു. ഈ ശക്തിയെ മന്ത്രണിനി എന്ന് സ്തുതിക്കുന്നു. ദേവന്മാർ ഈ ദേവിയെ സംഗീതയോഗിനി, ശ്യാമ, ശ്യാമള, മന്ത്രനായക, മന്ത്രണിനി, സസിവേസാനി, പ്രധാനേസി, ശുഭപ്രിയ, വീണാവതി, വൈണികി, മുദ്രിണി, പ്രിയകപ്രിയ, നീപപ്രിയ, കദംബേസി, കദംബവസാനി, സദാമതി എന്നിങ്ങനെ വാഴ്ത്തി. വീണ, കുഴൽ, മൃദംഗം എന്നിവ ധരിച്ച സംഗീതയോഗിനികളായ ശക്തികൾ എപ്പോഴും ക്ഷേത്രമായ തിരുമാവുകാളത്തിലെ അംബികയോടൊപ്പം ഉണ്ടാകും. ഈ ശക്തിയുടെ നാമങ്ങൾ ജപിച്ച് നിത്യവും ആരാധിക്കുന്നവർക്ക് 3 ലോകങ്ങളും അവരുടെ അധീനതയിലാകും. രാജ്യത്തിൽ ഭരണവിജയം, ഭരണം നടത്തുന്നവർക്ക് വിജയം എന്നിവയെല്ലാം നൽകുന്നവളാണ് ക്ഷേത്രമായ തിരുമാവുകാളം ശ്രീ രാജമാതംഗി. ഈ ദേവിയെ ഭജിക്കുന്നവർക്ക് സർവ്വശക്തിയും സിദ്ധികളും ലഭിക്കും. പ്രത്യേകിച്ച് വാക്ക് സിദ്ധിയുണ്ടാകും. സംഗീത കലയിൽ നല്ല പ്രാവീണ്യം നേടാം. ശത്രുക്കളെ ജയിക്കാം. ശാസ്ത്രജ്ഞാനത്തിലും കവിതാരചനയിലും മികച്ചവരാകാം. കുബേര സമ്പത്ത് ലഭിക്കും. ക്ഷേത്രമായ തിരുമാവുകാളം മാതംഗി ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന ഭക്തർക്ക് പല സിദ്ധികളും അതുവഴി നേടാനാകാത്ത മോക്ഷവും ലഭിക്കുന്നു. എല്ലാവരും അവൾക്ക് വിധേയരാകും. ആഗ്രഹിച്ചതെല്ലാം ലഭിക്കും. പാപങ്ങൾ അകലും. സന്താന ഭാഗ്യം മുതലായ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കുറവുണ്ടാവില്ല. ഈ ദേവിയുടെ ഭക്തരുടെ വീട്ടിൽ ലക്ഷ്മി ഐശ്വര്യപൂർവ്വം കുടികൊള്ളും. എല്ലാവർക്കും സംരക്ഷണം ലഭിക്കും. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും. രോഗങ്ങളെ അകറ്റാനും അഗ്നിയിൽ നിന്നും മോഷണത്തിൽ നിന്നും രക്ഷ നേടാനും നവഗ്രഹ ദോഷങ്ങളെ അകറ്റുന്നതിലും ഈ ദേവി സഹായിക്കും. മഹാകവി കാളിദാസൻ ക്ഷേത്രമായ തിരുമാവുകാളം ശ്രീ രാജമാതംഗിയുടെ ശക്തിയാൽ മഹാകവികളിൽ പ്രധാനിയായിത്തീർന്നു. അവളാണ് എല്ലാം എന്ന് ശ്യാമള ദണ്ഡകത്തിൽ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഈ രാജമാതംഗി ദേവി തന്നെ മധുരയിൽ മീനാക്ഷിയായും തിരുവെങ്കാട്ടിൽ ലഘുശ്യാമയായും സ്തുതിക്കപ്പെടുന്നു. നമ്മൾ നമ്മെത്തന്നെ അറിഞ്ഞ് ജന്മമെടുത്തതിന്റെ ലക്ഷ്യം നിറവേറ്റി സർവശക്തയായ പരാശക്തിയായ ക്ഷേത്രമായ തിരുമാവുകാളം ശ്രീഭയക്ഷയാംബിക രാജമാതംഗി ശക്തിയുടെ അനുഗ്രഹം പ്രാപിക്കാം. ഇവളെ രാജശ്യാമള എന്നും വിളിക്കുന്നു. മാതംഗിയുടെ മന്ത്രം 98 അക്ഷരങ്ങൾ ഉള്ളതാണ്. മാതംഗി മന്ത്രം ഒരാൾക്ക് സിദ്ധിച്ചാൽ ലോകത്തിലെ മറ്റു വേദമന്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരു തവണ പഠിക്കുന്നതുകൊണ്ട് സിദ്ധിക്കും എന്ന് മതംഗ മനുകോശം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സരസ്വതി ദേവിയുടെ താന്ത്രിക രൂപമാണ് മാതംഗി. ലളിതാംബികയുടെ കരിമ്പ് വില്ലിൽ നിന്ന് ജനിച്ചവളാണ്. ഇവൾ തിരുമിയച്ചൂരിലെ ലളിതാംബികയ്ക്ക് ഉപദേശം നൽകുന്ന മന്ത്രണിനിയാണ്. ഇവളുടെ രഥം കേയചക്ര രഥം എന്ന് അറിയപ്പെടുന്നു. കേയം എന്നാൽ പാട്ട്. കേയചക്ര രഥം ചലിക്കുമ്പോൾ അതിൽ നിന്ന് സംഗീതം ഉയരും. എപ്പോഴും പുഞ്ചിരിയോടെ ആകർഷകമായ കണ്ണുകളോടെയാണ് ക്ഷേത്രമായ തിരുമാവുകാളം രാജമാതംഗി നിലകൊള്ളുന്നത്. കദംബ പുഷ്പങ്ങൾ ദേവിയുടെ കേശങ്ങളെ അലങ്കരിക്കുന്നതായി കാണാം. മടിയിൽ വീണ വെച്ചുകൊണ്ട് കീഴെ 2 കൈകളാൽ അത് മീട്ടിക്കൊണ്ടും മുകളിലെ 2 കൈകളിൽ നെൽകതിരുകളും കരിമ്പുവില്ലും ധരിച്ചിരിക്കുന്നു. മറ്റു 4 കൈകളിൽ കിളി, ശരീകം എന്നീ പക്ഷികളും പാശവും അങ്കുശവും അലങ്കരിക്കുന്നു. മുഖം പ്രകാശമാനമായിരിക്കുന്നു. നെറ്റിയിൽ കസ്തൂരി തിലകം ശോഭിക്കുന്നു. ശിരസിൽ ചന്ദ്രക്കലയോടുകൂടിയ കിരീടം തിളങ്ങുന്നു. എല്ലാ അലങ്കാരങ്ങളോടും കൂടി ദേവി ശോഭിക്കുന്നു. ഇവളുടെ കൈകളിലുള്ള നെൽപ്പയർ ലോകത്തിലെ എല്ലാ സുഖങ്ങളും ലഭിക്കാൻ സഹായിക്കും. മാതംഗി ഉപാസന എല്ലാ പഠനങ്ങളിലും പ്രാവീണ്യം നൽകുന്നു. ക്ഷേത്രമായ തിരുമാവുകാളം ശ്രീ രാജമാതംഗിയെക്കുറിച്ച് അപരാമി ഭട്ടൻ തന്റെ അപരാമി അന്താദിയിലെ 70ാമത്തെ പാട്ടിൽ കൺകുളിർക്കെ കണ്ടു ഞാൻ കടമ്പാടവിയിൽ രാഗമാർന്ന ശബ്ദമുള്ള വീണയും കൈയും സ്തനങ്ങളും ഭൂമിക്ക് സന്തോഷം നൽകുന്ന പച്ച നിറവുമായി മതംഗരുടെ വംശത്തിൽ പിറന്ന എന്റെ മഹാമാതാവിന്റെ സൗന്ദര്യമേ എന്ന് സ്തുതിച്ചിട്ടുണ്ട്. മഹാകവി കാളിദാസൻ ക്ഷേത്രമായ തിരുമാവുകാളം മാതംഗി ദേവിയുടെ ഉപാസനയാൽ നിരവധി അദ്ഭുത ശക്തികൾ നേടി. അദ്ദേഹം ഈ മാതംഗിയെ സ്തുതിച്ച് ശ്യാമള ദണ്ഡകം എന്ന അതിമനോഹരമായ സ്തോത്രം പാടിയിട്ടുണ്ട്. അതിൽ ഈ ക്ഷേത്രമായ തിരുമാവുകാളം മാതംഗി തന്നെ സർവതീർത്ഥം, സർവമന്ത്രം, സർവതന്ത്രം, സർവശക്തി, സർവപീഠം, സർവദാതം, സർവവിദ്യ, സർവയോഗം, സർവനാദം, സർവശബ്ദം, സർവശ്ലോകം, സർവദീക്ഷ തുടങ്ങിയവയുടെയെല്ലാം സ്വരൂപമായും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവളായും സ്തുതിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ അനുഗ്രഹം ലഭിച്ചാൽ രാജാവിന്റെ പ്രീതി നേടുന്നതുപോലെ മാതംഗിയുടെ അനുഗ്രഹം തേടുന്നവൻ ലളിതയുടെ അനുഗ്രഹം നേടും എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. മാതംഗിയാൽ നടപ്പിലാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. എപ്പോഴും എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുന്ന വാക്ചാതുരി, ശക്തി, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ്, ഭയമില്ലായ്മ, മനസ്സിൽ അസ്വസ്ഥയില്ലാത്ത അവസ്ഥ, ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ള കഴിവ്, വരാനിരിക്കുന്ന തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ക്ഷേത്രമായ തിരുമാവുകാളം ശ്രീ രാജമാതംഗിയുടെ ഉപാസന കൊണ്ട് ലഭിക്കുന്ന ഫലങ്ങളാണ്.